ഇന്ന് എൻ്റെ വീട്ടിലേക്ക് ഒരു പുതിയ അതിഥി വന്നിട്ടുണ്ട്. അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. എൻ്റെ ചാനലായ നിഷാസ് മാജിക് ക്രിയേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. അതിഥിയെ നമുക്ക് പരിചയപ്പെടാം. പ്രീതി സോഡിയാക് ഫുഡ് പ്രോസസ്സറാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഒരാഴ്ചയ്ക്ക് മുമ്പ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പോയി മേടിച്ചതാണ്. പക്ഷെ അത് ഈ കമ്പനിയുടെ അല്ല, വേറൊരു കമ്പനിയുടെ സാധനമാണ് മേടിച്ചത്. അത് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് പ്രവർത്തിപ്പിച്ചപ്പം ഭയങ്കര സൗണ്ട്, നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു സൗണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കസ്റ്റമർ കെയറിലൊരു കംപ്ലൈന്റ് ചെയ്തു. അങ്ങനെ അവർ വന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞു അതിനെന്തോ കംപ്ലൈന്റ് ആണ്, അത് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ മേടിച്ച കടയിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ കൊണ്ടുപോയി കൊടുത്ത് പിന്നെ ഞങ്ങൾ പ്രീതി സോഡിയാക്ക് എടുക്കുകയാണ് ചെയ്തത്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇത് ഞങ്ങൾ കടയിൽ വെച്ച് ഒന്ന് തുറന്നു നോക്കി ഒന്ന് ഓണൊക്കെ ചെയ്ത് നോക്കിയായിരുന്നു. കാരണം ഞാൻ ആദ്യത്തെ പോലെ ഒരു അബദ്ധം പറ്റരുതല്ലോ. ഇത് വെജിറ്റബിളും ആട്ടയൊക്കെ കുഴയ്ക്കുന്ന സാധനമാണ്. ഒരു ജ്യൂസിന്റെ ജാറ്. ഇതെല്ലാം നമുക്ക് തുറന്നു നോക്കാം. ഇതെല്ലാം ഒന്ന് പുറത്തെടുത്തിട്ട് ഇതാണ് മിക്സി. നമുക്ക് ഇതിരിക്കുന്നതെല്ലാം എടുത്ത് ആദ്യം ഇവിടെ വെക്കാം. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇത് പേപ്പറിൽ നോക്കി നമുക്ക് പഠിക്കണം. എനിക്കും അറിഞ്ഞുകൂടെ, ഇത് ആദ്യമായിട്ടാണ് ഇതൊന്ന് നോക്കുന്നത്. ഇനി നമുക്കിതങ്ങ് മാറ്റിയിട്ട് ഓരോന്നായിട്ട് നോക്കാം. ഇതാണ് പ്രീതിയുടെ മിക്സി. കാണാൻ ഇത് സൈഡിൽ സിൽവർ ഒക്കെ ഉള്ള ഒരു മോഡലാണ്. ഇത് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അവിടെ വെച്ച് നമ്മൾ ഓൺ ചെയ്തപ്പം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്തപ്പം ഇതിനകത്തൊരു നീല ലൈറ്റ് കത്തി. സൈഡിലെല്ലാം നല്ല നീല ലൈറ്റ്. ഇത് 750 വാട്ട്സിന്റെ ആണ്. പിന്നെ കൂടുതൽ വിവരങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി പ്രവർത്തിച്ചു വരുമ്പോഴേ അറിയാവുള്ളൂ ഇതൊക്കെ എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത് എന്നൊക്കെ. എനിക്കിതിൽ ഇഷ്ടപ്പെട്ടത് ഇതിനകത്ത് 3 ജാറുണ്ട്. ഇത് വലിയ ജാറാണ്. അരിയൊക്കെ അരയ്ക്കാൻ നമുക്ക് വലിപ്പമൊക്കെ ഉണ്ട്. ഇതിന്റെ തൊട്ടടുത്ത ജാറും അത്ര ചെറുതൊന്നും അല്ല, പൊടിച്ചെടുക്കുന്ന ജാറ്. ഇതിനും ഇച്ചിരി വലിപ്പമൊക്കെ ഉള്ള ജാറാണ്. അടപ്പും എല്ലാം നല്ല എല്ലാം അരിയും അത് മുളകും അതും എല്ലാം പൊടിച്ചെടുക്കാം. പൊടിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് വെള്ളമില്ലാതെ പൊടിച്ചെടുക്കുന്നതെല്ലാം എടുക്കാം. പക്ഷെ വലിപ്പവും ഉണ്ടല്ലോ. ചട്നിയുടെ ജാറ് നോക്കിക്കേ. മറ്റേ നമ്മുടെ ഇരിക്കുന്നത് പോലത്തെ ഒന്നുമല്ല, അത് തീരെ ചെറുതല്ലേ, ഇച്ചിരി വലിപ്പമുണ്ട്. ഇതിന്റെ അടപ്പ് സാധാ അടപ്പ് തന്നെ, മറ്റുള്ള മിക്സികളിലൊക്കെ വരുന്നത് പോലത്തെ സാധാരണ ഒരു പ്രസ് ചെയ്യുന്ന അടപ്പ്. ഇതാണ് ഇതിന്റെ ജ്യൂസർ. ഇതിനകത്ത് ഒരു അരിപ്പൊക്കെ ഉണ്ട്. നമുക്കിതിങ്ങനെ വെച്ചിട്ട് എന്താണോ ജ്യൂസ് എടുക്കുന്നത് നമ്മൾ അരിച്ചെടുക്കുന്ന സാധനങ്ങളെല്ലാം ഇതിനകത്തിട്ട് പ്രസ് ചെയ്ത്, അതായത് ക്യാരറ്റ്, ബീട്രൂട്ട് ഇതൊക്കെ ജ്യൂസ് എടുക്കുമ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇത് ഇതിനകത്ത് ഇതാവും. ഇതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഈ മിക്സിയിൽ വെച്ചിട്ട് നോക്കാവേ. എന്നാലേ അത് ഇത് ഇപ്പൊ നമ്മളിങ്ങനെ ജ്യൂസ് അടിക്കുന്നതിന് മുമ്പ് ഈ സാധനം അങ്ങ് മാറ്റണം. അതിനകത്ത് വേറൊരു സാധനം കൂടെ ഉണ്ട്, ഒരു പൈപ്പ് പോലത്തെ. അതാണ് കേട്ടോ. അത് ഇത് മാറ്റിയിട്ട് ഈ പൈപ്പ് ഇതിലോട്ട് കൊടുക്കണം. കണ്ടോ? ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പാത്രം വല്ലതും വെച്ച് കഴിയുമ്പോൾ ജ്യൂസ് അടിക്കുമ്പോൾ ആ ജ്യൂസ് അരിച്ച് ഇതിലോട്ട് വരും. ഇനി നമുക്ക് ഇത് ഉപയോഗിക്കുന്നില്ല, നമ്മൾ മറ്റേ വാഷർ പോലത്തെ വെച്ചിട്ടാണ് ജ്യൂസ് അടിക്കുന്നതെങ്കിൽ ജ്യൂസ് അടിച്ച് ഇതിൻ്റെ അകത്ത് ഈ അരിച്ച് ഇത് പുറത്ത് വരും. അപ്പോൾ നമുക്ക് ഈ ഡക്കൻ അങ്ങ് മാറ്റിയിട്ട് വേറൊരു ഡക്കൻ ഉണ്ട്, അത് വെച്ച് നമുക്കിതിനെ ഒഴിച്ചെടുക്കാം. ജഗ് പോലെ
ജഗ് പോലെ ഒഴിച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമുക്ക് ഈ താഴത്തെ ഭാഗം ഊരി ഇതിനകത്ത് വേറൊരു ബ്ലൈഡ് ഉണ്ട്. ഇതാണ് ആ ബ്ലൈഡ്. അതായത് ഈ സാധനം പതുക്കെ ഒന്ന് തിരിക്കുമ്പം ഇതങ്ങ് ഊരി കിട്ടും. ഇത് പതുക്കെ ഊരി എടുക്കണം. ഇതിനകത്ത് വാഷറൊക്കെ ഉണ്ട്. അപ്പം ഇത് ഊരിയിട്ട് തിരിച്ച് ഇതിന് നമുക്ക് അതുപോലെ ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് ഫുഡ് പ്രോസസ് ചെയ്യുന്ന ജാറ്. ഇതിൻ്റെ അടിയിൽ ഒരു ഗിയർ ബോക്സ് ഉണ്ട്. ഇത് നമുക്ക് ഈ മിക്സിയിൽ ഫിറ്റ് ചെയ്യാം. ഇത് ടൈറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് വെച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതായത് പച്ചക്കറികളെ കണ്ടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് മാത്രം ഇങ്ങനെ ഊരിയെടുക്കാം. ഇനി ഇതിനകത്ത് ഒരു സാധനം കൂടെ നമുക്ക് എന്തുപയോഗിച്ചാലും വെക്കണം. ഈ ഒരു നീഡില് ഇതിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ബ്ലൈഡുകളെല്ലാം പ്രവർത്തിക്കുകയുള്ളൂ. ഇത് ഭയങ്കര മൂർച്ചയുള്ള ഒരു ബ്ലൈഡാണ്. ഇത് ആട്ടയൊക്കെ കുഴയ്ക്കുന്ന ഇതിനകത്തോട്ട് ഈസി ആയിട്ട് വെക്കാം. വെച്ചിട്ട് ഈ അടപ്പ് വെച്ച് തിരിച്ചിവിടെ ഒരു ലോക്കുണ്ട്. ആ ലോക്ക് വീഴണം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇത് ആട്ട അളന്നെടുക്കുന്ന കപ്പ്. ഇത് ഒരു കപ്പിന് 1/2 കപ്പ് വെള്ളം ഇതിനകത്ത് ഉണ്ട്, അളവുണ്ട്. അത് ഇതിനകത്തിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. ഇതാണ് ബ്ലൈഡ് ഹോൾഡർ ഡിസ്ക്. ഇത് അതിൻ്റെ ബ്ലൈഡാണ്. ഇത് ഇടുന്നത് ശകലം ഈ ഹോളിലോട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇട്ടിട്ട് ഇതിനകത്തൊരു പ്രസ് ചെയ്ത് ഇവിടെ ബാക്കിലൊരു ചെറിയൊരു പ്രസ്സിങ് ഉണ്ട്. അത് പ്രസ് ചെയ്യുമ്പം ഇത് അതിനകത്ത് വീഴും. ഇത് സ്ലൈസ് ചെയ്യുന്ന ബ്ലൈഡാണ്. ഇത് നമുക്ക് നേരെ ഇതിനകത്തൊരു ചെറിയൊരു ഇതുണ്ടല്ലോ, ഈ ഒരു പൈപ്പ് നേരത്തെ ഞാൻ കാണിച്ചു തന്നല്ലോ. ഇത് അതിനകത്ത് ഇട്ടിട്ട് അതിലേക്ക് ഇതിനെ അങ്ങ് ഇറക്കി വയ്ക്കുക. തിരിച്ച് വീണ്ടും പഴയതുപോലെ നമ്മൾ നല്ല അടപ്പ് സെറ്റ് ചെയ്യണം. ലോക്ക്, അതായത് ലോക്ക് വീണതിന് ശേഷം ഓൺ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കൈ മുറിഞ്ഞുകൊണ്ട് പോകും. ഇതിനകത്ത് എന്താണ് ഇട്ട് ഇത് വെച്ച് പ്രസ് ചെയ്യുക. ഇത് ഒരു വീഡിയോ വേറെ ഞാൻ എടുക്കുന്നുണ്ട്. ഇതെല്ലാം എങ്ങനെയൊക്കെ എന്തൊക്കെ യൂസ് ചെയ്യുന്നതെന്നൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ. ഇതിപ്പം തുറന്ന് ഞാനൊന്ന് നോക്കുന്നതേ ഉള്ളൂ. ഇനി അടുത്ത് ഇത് വീണ്ടും അതുപോലെ തുറന്ന് നമുക്കിത് മാറ്റിയിട്ട് അതുപോലെ തന്നെ ഈ ബ്ലൈഡ് നമുക്ക് മാറ്റിയിട്ട് അടുത്ത വേറൊരു ബ്ലൈഡ് ഉണ്ട്, അതും കൂടെ നമുക്ക് ഇടാവുന്നതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിൽ ഈ ഒരു ജ്യൂസർ, അതായത് നാരങ്ങ, ഓറഞ്ച്, മൊസാമ്പിയൊക്കെ പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നത്, ഇതും സെയിം അതുപോലെ തന്നെ ഇതിനകത്ത് വെച്ച് ഒന്ന് ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്തിട്ട് ഈ ഒരു സാധനം, ഇത് പ്ലാസ്റ്റിക് ആണ്, അത് നമ്മുടെ കൈയൊന്നും മുറിയാൻ ചാൻസ് ഇല്ല. ഇത് അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് നാരങ്ങ, ഓറഞ്ച്, മൊസാമ്പി ഇതെല്ലാം നമുക്ക് പിഴിഞ്ഞെടുക്കാം. അപ്പം അതിൻ്റെ കുരുവെല്ലാം ഇതിനകത്തോട്ട് വീഴും. ഇതിനകത്തോട്ട് നീര് മാത്രമേ താഴെ വീഴുള്ളൂ. ഇത്രയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഒരു സ്പൂണും ഉണ്ട് നമുക്ക് എൻ്റെ ജാറിൻ്റെ അത് തുറക്കാനും എടുക്കാനും ഒക്കെ ആവശ്യത്തിനായി. പിന്നെ ഏറ്റവും കൂടുതൽ മൂർച്ചയുള്ളത് ഈ കട്ടിങ് ചോപ്പ് ചെയ്യുന്ന ഈ ബ്ലൈഡാണ്. ഇത് നമ്മൾ മറ്റേ ആട്ട കുഴയ്ക്കാൻ ഇട്ടതുപോലെ തന്നെ ഇതിനെ താഴോട്ട് ഇടുക. വീണ്ടും ഈ അടപ്പ് സെറ്റ് ചെയ്യുക. മുകളിൽ കൂടെയാണ് സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇതിനകത്തെല്ലാം ചെറുതായിട്ട് മുറിച്ച് കിട്ടും, ചോപ്പ് ചെയ്ത് കിട്ടും. ഇത്രയാണ് ഇതിനകത്തുള്ളത്. എൻ്റെ ഈ അതിഥിയെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ഷെയർ ചെയ്യാനും വിട്ടുപോകരുത്.